ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 മരണമെന്ന റിപ്പോർട്ട്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യയുടെ മകൻ ഉൾപ്പെടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഹമാസ് സ്ഥിരീകരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക് ആദ്യം. ഖത്തറിന്റെ സുരക്ഷാ സേനാ അംഗവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തു വന്നിട്ടുണ്ട്. ഭീരുത്വം നിറഞ്ഞ ഇടപെടൽ എന്നാണ് ആക്രമണത്തെ ഖത്തർ വിലയിരുത്തിയത്. അതേസമയം ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന അമേരിക്കയുടെ വാദം ഖത്തർ തള്ളി. അമേരിക്കയിൽ നിന്ന് മുൻകൂർ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ആക്രമണം തുടങ്ങി 10 മിനിറ്റിന് ശേഷമാണ് വാഷിംഗ്ടണിൽ നിന്ന് കോള് വന്നതായും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ സ്വന്തം നിലയിൽ കൈക്കൊണ്ടതാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണെന്നും തന്റേതല്ലെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചും നിരവധി ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേൽ ക്രിമിനൽ നടപടികൾ തുടരുന്നത് അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെ ലംഘനമാണെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകുന്നു. ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണം ഭീരുത്വമായ പ്രവൃത്തിയാണെന്ന് UAE ഉപപ്രധാനമന്ത്രി പ്രതികരിച്ചു. പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.